തുടരാം എവറസ്റ്റ് റൗണ്ട് 3-ാം റൗണ്ട് ചോദ്യത്തിലേക്ക്. 3-ാം റൗണ്ടിലെ ചോദ്യം വീണ്ടും സ്റ്റാർട്ടിംഗ് വിത്ത് ടീം ബി. ഓക്കെ, ടീം ബി. എവറസ്റ്റ് റൗണ്ടിലെ ടീം ബിയുടെ 6 മാർക്കിനുള്ള ചോദ്യം പരിശുദ്ധ മറിയത്തിൻ്റെയും മാർ യൗസേപ്പിൻ്റെയും പുണ്യജീവിതത്തോട് നിങ്ങളുടെ ജീവിതത്തെ അനുരൂപപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്നാണ് പിതാവ് പഠിപ്പിക്കുന്നത്. Your time is now. Now you can answer. ഉത്തരം പറയാം. ഉത്തരം അറിയില്ല. ഉത്തരം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും മറിയവും യൗസേപ്പും നിങ്ങൾക്ക് ആശ്വാസത്തിനും ആനന്ദത്തിനും കാരണമായി തീരും. ഓക്കെ, ഇതാണ് ഉത്തരം. അവർക്കുള്ള 6 മാർക്കിനുള്ള അവസരം നഷ്ടമായിരിക്കുകയാണ്. ടീം ബിക്ക് ഒന്നുകിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടിയ 4 മാർക്കുമായി ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകണമെങ്കിൽ ഈ റൗണ്ടിൽ നിങ്ങൾ ഉത്തരം തെറ്റിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച 4 മാർക്ക് നഷ്ടമാക്കേണ്ടി വരും. മുന്നോട്ട് പോകുന്നോ ക്വിറ്റ് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകാൻ സധൈര്യം തീരുമാനിച്ച് വീണ്ടും കിട്ടാൻ പോകുന്ന മാർക്കുകൾക്കായി ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു ടീം ബി. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടീം സിക്കുള്ള 6 മാർക്കിനുള്ള ചോദ്യം: യഥാർത്ഥവും ശാശ്വതവുമായ ബഹുമാനം എപ്രകാരമാണ് ഉണ്ടാകുന്നതെന്നാണ് കുര്യാളശ്ശേരി പിതാവ് പറയുന്നത്. You can try. Time is over. You can start. ഞങ്ങൾ ക്വിറ്റ് ചെയ്യാൻ പോവാ. ക്വിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ലഭിച്ച പോയിന്റുമായി അവർ ഈ ഗെയിമിൽ നിന്ന് ഉത്തരം അറിയാത്തത് കൊണ്ട് ക്വിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഉത്തരം ഇതാണ്: എളിമയോടുകൂടി ഇല്ലായ്മയുടെ അഗാധങ്ങളിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുണ്ടാവുക എന്നുള്ളതാണ്, എളിമയോടെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, വളരെ സിമ്പിളായ ഉത്തരമായിരുന്നു. പക്ഷേ നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാത്തിരിക്കാം. അതുവരെ താങ്ക് യു സോ മച്ച്. നല്ലൊരു ഗെയിം കാഴ്ചവെച്ച ടീം സിക്ക് നല്ലൊരു കയ്യടിയോടെ നമുക്കവരെ യാത്രയാക്കാം. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. യു ക്യാൻ മൂവ്. ടീം സി ക്വിറ്റായിരിക്കുകയാണ്. അവസാനിക്കുന്നത്, ബാക്കി നിൽക്കുന്നത് 5 ടീമുകൾ മാത്രമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ടീം ഡിക്കുള്ള 6 മാർക്കിൻ്റെ ചോദ്യം ഇതാ വരുന്നു. സ്ക്രീനിലേക്ക് നോക്കാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനായി തീയിൽ കൂടി കടക്കേണ്ടതായിരുന്നാൽ അങ്ങനെ ചെയ്യുന്നതിനും അപ്രകാരം തന്നെ ഒരിക്കലും മരിക്കാതെ ഭൂമിയിൽ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ആരാധന കഴിക്കുന്നതിനും താൻ സന്നദ്ധയാണെന്ന് പറഞ്ഞ വിശുദ്ധ ആരാണ്? മറിയം മഗ്ദലന ദെ പാസ്. വിശുദ്ധ മറിയം മഗ്ദലന ദെ പാസ് ശരിയായ ഉത്തരമാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. 6 പോയിന്റുകൾ. എവറസ്റ്റിന്റെ അടുത്ത പടിയിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ്. 6 പോയിന്റുകൾ അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ടീം ഡി നല്ല ഉത്തരമായിരുന്നു. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ടീം ഈ റെഡിയല്ലേ? 6 മാർക്കിനുള്ള നിങ്ങളുടെ 3ാമത്തെ എവറസ്റ്റിന്റെ പടി നോക്കാം. ചോദ്യത്തിലേക്ക്. 1294 ഓഗസ്റ്റ് 28-നും 29-നും അക്വിലായിലെ സാന്താ മരിയാദ കൊള്ളമാജോ ബസലിക്ക സന്ദർശിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപ എന്താണ്? അത് പ്രഖ്യാപിച്ചത് ആരാണ്? മഹത്തായ അനുരഞ്ജനമാണ് ലഭിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചത് സെലസ്റ്റിൻ 5-ാമൻ മാർപ്പാപ്പ. മഹത്തായ അനുരഞ്ജനമാണ് പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിച്ചയാൾ സെലസ്റ്റിൻ 5-ാമൻ മാർപ്പാപ്പ. ടീം ഇയുടെ ഉത്തരം ശരിയാണ്. 6 പോയിന്റുകൾ കൂടി ലഭ്യമാകുന്നു. വെരി ഗുഡ്. വളരെ നന്നായി എവറസ്റ്റിന്റെ ഈ ചുവട് വെച്ചിരിക്കുകയാണ് ടീം ഇക്ക്. അഭിനന്ദനങ്ങൾ. ഓക്കെ, അടുത്തത് ടീം എഫിനോടുള്ള 6 മാർക്കിനുള്ള ചോദ്യമാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: 2015 മാർച്ച് 13-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച അസാധാരണ ജൂബിലിയുടെ ഉദ്ദേശം എന്തായിരുന്നു? സുവിശേഷത്തിന്റെ കേന്ദ്ര സന്ദേശമായ ഈശോയുടെ കരുണാർദ്രമായ മുഖം പ്രദർശിപ്പിക്കുന്നത്. ഉത്തരം ക്ലിയർ അല്ല.
ഈശോയുടെ കരുണാർദ്രമായ മുഖം ലോകത്തിലുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ദൈവത്തിന്റെ കരുണാർദ്രമായ മുഖം കണ്ടുമുട്ടുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും, അങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരം. പക്ഷേ നിങ്ങളുടെ ഉത്തരം ഭാഗികമായി ശരിയായിരുന്നു. അതുകൊണ്ട് ഈ ടീമിന് 3 പോയിന്റുകൾ ലഭിക്കുകയാണ്. 3 പോയിന്റുകൾ. ഓക്കെ, ഈശോയുടെ കരുണാർദ്രമായ മുഖം കണ്ടുമുട്ടുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും. നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? പ്രചരിപ്പിക്കുന്നത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കണ്ടുമുട്ടുന്നതിനും, നമ്മൾ കണ്ടുമുട്ടുകയും പിന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, പ്രചരിപ്പിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് ടീം എഫിന് ലഭിക്കുന്നു 3 പോയിന്റുകൾ. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കും. Team A, are you ready for the 6-mark question? Okay, look at the question. As the children of one father, be careful to be one mind and heart as members of the community and of co-living. Who said it and to whom it is addressed? No, you don't know the answer. Either you can quit the game with 2 points, or you can go forward by losing 2 points. Which one you opt? Go forward by losing 2 points. Okay, -2 point team A. The right answer is in 1915, Mark Kuryalaseri gave instruction to sisters of different congregations. Okay, he was addressing to the sisters of other congregations regarding this. Is it clear? മൂന്ന് ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാവരും ഫോർവേഡ് ചെയ്യുന്നു അല്ലേ? 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ. 4ാമത്തെ ചോദ്യം 8 മാർക്കുകളുള്ള 4ാമത്തെ ചോദ്യം. ടീം ഡിക്കുള്ള ചോദ്യം: ഈശോയുടെ തിരുഹൃദയത്തെ സ്പർശിക്കാൻ പ്രത്യേകം ഭാഗ്യം ലഭിച്ചവർ ആരൊക്കെയാണ്? വിശുദ്ധ തോമസ്. Only 3 persons are there. വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ യോഹന്നാൻ. You have only one more chance. Okay. അഗസ്തീനോസ്. Sure? Okay. തോമസ് ലീഹായും അഗസ്തീനോസും വിശുദ്ധ ബർണദോസ് ആണ് 3ാമത്തെ ആള്. 2 പേരുടെ ഉത്തരം ശരിയായതുകൊണ്ട് ടീം ഡിക്ക് ലഭിക്കുന്നു 8 പോയിന്റുകളിൽ 6 പോയിന്റ്. ഓക്കെ, 6 പോയിന്റുകൾ ടീം ഡിക്ക് ലഭിക്കുന്നു. ഒരു ഉത്തരം തെറ്റിപ്പോയി. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. 6 പോയിന്റുകൾ ടീം ഡിക്ക്. മുന്നോട്ട് പോകുന്നു അല്ലേ? ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഫോർ ഇ. റെഡി? ഓക്കെ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാ. 10ാം പിയൂസ് മാർപ്പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ആർക്കാണ് എന്നാണ് ഇടയലേഖനം 8 പറയുന്നത്? പറയാം. വിശ്വാസികൾക്ക്. വിശ്വാസികൾക്ക്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് നേരത്തെ പ്രീവിയസ് പോയിന്റ് ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പോയിന്റ് ലഭിച്ചിരുന്നു? 6 പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളുമായി നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 6 പോയിന്റുകൾ നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് കളി തുടരാം. 32 പോയിന്റുകളോടെ ഈ മത്സരം ക്വിറ്റ് ചെയ്യുന്നോ അതോ തുടരുന്നോ? തീരുമാനം വേഗം പറയൂ ടീം ഇ. യു ഹാവ് 10 seconds ടു ഡിസൈഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, and your decision. Quit. Okay, they have decided to quit the game. നിങ്ങൾ ഷുവറാണോ? പുറത്തു പോകാൻ തീരുമാനിച്ചു, മുന്നോട്ട് പോകുന്നില്ല, കിട്ടിയ മാർക്കുകൾ മതി. ഓക്കെ, അപ്പോൾ ഇതുവരെ ലഭിച്ച 34 മാർക്കുകളോടെയാണ് ടീം ഇ ക്വിറ്റ് ചെയ്യുന്നത്. സധൈര്യം ക്വിറ്റ് ചെയ്യുകയാണ്. വളരെ നന്നായി കളിച്ചു. ഈ തീരുമാനം ഒരുപക്ഷെ അവരെ സംരക്ഷിച്ചേക്കും, അറിഞ്ഞുകൂടാ. കാത്തിരിക്കാം ഈ റൗണ്ടിന്റെ അവസാനം വരെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി കൊടുക്കാം. യു ക്യാൻ.
അങ്ങനെ എവറസ്റ്റിന്റെ കൊടുമുടി കയറ്റത്തിൽ തങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് 2 ടീമുകൾ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. തങ്ങൾക്ക് ലഭിച്ച പോയിന്റുകളിൽ അവർ സംതൃപ്തരാണ്. ഈ കൊടുമുടിയുടെ ഉച്ചസ്ഥായിയിൽ ആര് കയറും? 10 പോയിന്റുകൾക്കുള്ള അവസാന ചോദ്യം വരെ ആരെങ്കിലും നിൽക്കുമോ? കാത്തിരിക്കാം ഈ റൗണ്ടിന്റെ അവസാനം വരെ. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് 2025 ഉദ്വേഗജനകമായ അവസാന നിമിഷങ്ങളിലേക്ക് ആരംഭിക്കാം. 8 മാർക്കിന് വേണ്ടിയുള്ള ചോദ്യം ടീം എഫിനോട്. സ്ക്രീനിലേക്ക് നോക്കാം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന് എത്രമാത്രം വിശ്വാസത്തോടും ശരണത്തോടും സ്നേഹത്തോടും കൂടി ഉച്ചരിക്കുന്നുവോ അതിനനുസൃതമായി ലഭിക്കുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണ്? ദൈവപുത്രാവകാശം. ദൈവപുത്രാവകാശം എന്ന് പറഞ്ഞത് തെറ്റാണ്. 1 more chance. Your time is നൽമരണം. എന്തോ? നൽമരണം. നന്മരണം എന്ന് പറയുന്നതും തെറ്റാണ്. അതുമില്ല. ഉത്തരം ഇതാണ്. സത്യവിശ്വാസി സ്ഥിരതയോടെ നിലനിൽപ്പ്, മിശിഹായുടെ വികാരിയുടെ നേരെയുള്ള അനുസരണം, വണക്കം, സ്നേഹം, സത്യസഭയുടെ പ്രചാരത്തിലും പുകഴ്ചയിലുമുള്ള അതിശുഷ്കാന്തി. ഇത്രയുമാണ് ഉത്തരം. ഇതിലൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പോയിന്റ് ഇല്ല. നിങ്ങൾക്ക് ഇതുവരെ എത്ര പോയിന്റ് ഉണ്ടായിരുന്നു ഈ റൗണ്ടിൽ? 3 പോയിന്റ്. 3 പോയിന്റുകളോടെ നിങ്ങൾ ഈ മത്സരം ക്വിറ്റ് ചെയ്യുന്നോ അതോ തുടരുന്നോ? അത് നഷ്ടപ്പെടുത്തി. തുടരുന്നു. അങ്ങനെ 3 പോയിന്റുകൾ ലഭിച്ചത് നഷ്ടപ്പെടുത്തി ധീരമായി എവറസ്റ്റിന്റെ അവസാന ചോദ്യത്തിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ടീം എഫ് മെമ്പേഴ്സ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം ധീരമായ ഈ തീരുമാനത്തിൽ. അങ്ങനെ ഈ റൗണ്ടിലെ അടുത്ത ചോദ്യം, ടീമെ ഗെറ്റ് റെഡി ഫോർ ദ ക്വസ്റ്റ്യൻ ഓഫ് 8 marks. Second last question of this round. Question is this: it is said that a 3-day prayer and praise should be conducted with the divine grace being famously established during the feast days in the churches. Which of the feast days of Mother Mary are being referred to here? Feast of the Immaculate Conception of Our Lady. Okay. Feast of Immaculate Conception, not normal conception. Okay. Feast of Immaculate Conception of Our Lady. Okay. Anyway, since one answer is right, Immaculate Conception, the birth and the feast of Carmel Mother, all these are the feasts. Okay. Remember that. And since your one answer is right, you are safe enough. You have 8 points, but you get only 2 points. 2 points in this for this single answer. Okay. Anyway, they are in the safe zone. No problem. You can move forward to the next round. And next question for 8 marks for team B. Okay. Ready? Here is the question for you. വിശുദ്ധ ബൈബിളിലെ ഏതൊക്കെ വാക്യങ്ങളിൽ നിന്നാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സ്നേഹിതന്മാർ മാലാഖമാരായിരുന്നുവെന്നും സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അനുവർത്തിച്ചിരുന്നുവെന്നും മനസ്സിലാവുന്നു? 8 മാർക്കുകൾക്കുള്ള ചോദ്യമാണിത്. മത്തായി 2:20, മത്തായി 2:14, മത്തായി 1:13. ഓക്കെ. അരിഷോ? ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളിൽ 3 ഉത്തരം നിങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ശരിയായിട്ടുള്ളത്. മത്തായി 2:20. ബാക്കി 2 മത്തായി 2:14 അല്ല, 2:13. മറ്റേത് ആദ്യത്തേത് മത്തായി 1:24. ഓക്കെ. 3 ഉത്തരങ്ങൾ പറഞ്ഞതിൽ ഒരെണ്ണം ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് 2 മാർക്കുകളാണ് ലഭിക്കുന്നത്. ഓക്കെ. ടീം ബി 2 points. ഓക്കെ. നല്ലൊരു കഴിവുണ്ട്. നമുക്ക് ഈ മത്സരത്തിലെ ഏറ്റവും അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഈ ചോദ്യം തീരുമാനിക്കും ആരാണ് 1ാം സ്ഥാനമെന്നും ആരാണ് 2ാം സ്ഥാനമെന്നും ആരാണ് 3ാം സ്ഥാനമെന്നും ഒക്കെ.
നമുക്ക് ആരംഭിക്കാം. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് 2025 ഏറ്റവും അവസാനത്തെ റൗണ്ടിലെ അവസാന ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. 10 മാർക്കുകൾക്കായുള്ള ഈ ചോദ്യം ഇവർ നേരിടാൻ പോവുകയാണ്. അതിനു മുമ്പ് 1-2 ചെറിയ ഇൻസ്ട്രക്ഷൻസ്. ഈ ചോദ്യം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ചോദ്യം കണ്ട ശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ തെറ്റുത്തരം പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുത്താം. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത്. തെറ്റുത്തരം പറഞ്ഞാൽ കിട്ടിയ അത്രയും മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ, തെറ്റിപ്പോകുമെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ക്വിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഈ ക്വിസ് മത്സരത്തിൻ്റെ അവസാനത്തെ റൗണ്ടിലെ അവസാന ചോദ്യം ആരംഭിക്കുന്നു. ടീം എഫിൽ നിന്ന് ഇതാ നിങ്ങൾക്കായുള്ള 10 മാർക്കിനുള്ള അവസാന ചോദ്യം. ദൈവകാര്യങ്ങളിൽ സ്ഥിരശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുവാൻ ഉദ്ബോധിപ്പിക്കുന്ന ദിവ്യരക്ഷകന്റെ 2 ബൈബിൾ വചനങ്ങൾ പറയുക. 10 മാർക്കിന് വേണ്ടിയുള്ള ചോദ്യമാണത്. ആലോചിച്ച് പറയുക. ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാകും. റോമ 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. ഈ റൗണ്ടിൽ എത്ര പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നു? 1 പോയിന്റുകളും ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. നിങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം താനെ ചേർക്കപ്പെടും. ഒന്നാമത്തെ ഉത്തരം അതാണ്. രണ്ടാമത്തേത്, ലോകമൊക്കെ നേടിയാലും, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ 2 വാക്യങ്ങളാണ് ശരിയായ ഉത്തരം. പക്ഷേ അവർ വളരെ നന്നായി കളിച്ചിരുന്നു. എങ്കിലും ഇതിൽ നിന്ന് ക്വിറ്റാകുന്നില്ല. ഉത്തരം തെറ്റാണെങ്കിലും അവർ അല്പസമയം അവിടെ ഇരിക്കുക അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എനിവേ, നന്നായിട്ട് അവർ കളിച്ചു. നല്ലൊരു കയ്യിൽ കേട്ടോ. നന്നായിട്ട് കയ്യിൽ കൊടുക്കാം. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. The question for 10 marks, the final question for you. What advice does Father Kuryalasheri give to the Reverend brothers, the priests who have been appointed to work in the knowledge field alongside him? Quit. Okay, you don't want to try for an answer. You quit with whatever you have. Okay, I think their decision is right, a right decision taken in the right time. Okay, very nice. You have played well. You came from Vijayawada, no? Vijayawada, and played wonderfully, and it is really proud for the SABS congregation as well as this floor to get both of you, 2 little persons, coming after passing into 2 rounds, initial rounds, to the finals of this quiz program. Really wonderful, really nice, great. Have a good applause for both of them. Okay, now you can please go back to your seats. Thank you so much. Congratulations. അങ്ങനെ എവറസ്റ്റിന്റെ അവസാന പാദത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ടീം കൂടി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. വിജയവാഡയിൽ നിന്നുള്ള ഒരു ടീം മനോഹരമായി കളിച്ച് അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം അടുത്ത ടീം ബിക്കുള്ള 10 മാർക്കിനുള്ള അവസാനത്തെ റൗണ്ട് ചോദ്യം ഇതാ. കർത്താവിൻ്റെ ദിവ്യദാനങ്ങളിൽ അമൂല്യ അനുഗ്രഹങ്ങൾക്കും നിത്യ അവകാശികളായി തീരാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പിതാവ് ഓർമ്മിപ്പിക്കുന്നത്? ഭരണകർത്താക്കളുടെ അഭിപ്രായത്തോട് സദാ അനുസരണയുള്ളവരായിരിക്കും. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന പോയിന്റ് പോയിരിക്കുകയാണ്. എത്ര മാർക്കാണ് പ്രീവിയസ് റൗണ്ട് അവർക്ക് കിട്ടിയത്? 2 മാർക്കാണ് അവർക്ക് പ്രീവിയസ് പോയിന്റ് കിട്ടിയത്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമായിരുന്നു, അറിയത്തില്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാമായിരുന്നു. നോ പ്രോബ്ലം. എനിവേ, ഇറ്റ്സ് എ ക്വിസ്, ഇറ്റ്സ് എ ഗെയിം. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ ടു അറ്റൻഡ്. നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി തീർച്ചയായും ഇതൊരു ക്വിസ് മത്സരമായതുകൊണ്ട്, ഇതൊരു ഗെയിം പോലെ ആയതുകൊണ്ട് അങ്ങനെ ഉത്തരം പറയാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. വെരി ഗുഡ്,
2 മാർക്ക് മൈനസ് ആവുകയാണ്. ബട്ട് നോ പ്രോബ്ലം. ഫൈനൽ റൗണ്ട്, ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ടീം ഡിക്കുള്ള അവസാനത്തെ ചോദ്യം, ഈ ക്വിസ് മത്സരത്തിലെ ഈ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ടീം ഡി റെഡിയാണോ? 10 മാർക്കുകൾ വേണമോ വേണ്ടയോ? നിങ്ങൾക്ക് ചോദ്യം കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഇതാ നിങ്ങൾക്കായുള്ള ചോദ്യം. തിരുസഭയുടെ കൽപ്പനകളെയും നമ്മുടെ ദക്രയത്ത് നിയമങ്ങളെയും നാം പ്രത്യേകം അയക്കുന്ന ഓരോ കൽപ്പനകളെയും അനുസരിക്കുന്നതിലും അനുസരിപ്പിക്കുന്നതിലും സദാ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുമെന്നാണ് പിതാവ് ഇടയലേഖനം 12 ഓർമ്മിപ്പിക്കുന്നത്. 10 മാർക്കുകൾക്കായുള്ള ഈ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറുമോ ഇല്ലയോ? ടീം ഡി, നമുക്ക് നോക്കാം. കർത്താവിന്റെ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അപ്രാപ്തരായിത്തീരും. കർത്താവിന്റെ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അപ്രാപ്യരായിത്തീരും. എവറസ്റ്റിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുന്നു. ഇതാ ടീം ഡി 10 മാർക്കുകൾ ലഭ്യമാകുന്നു. ശരിയായ ഉത്തരം. മനോഹരമായ ഈ ഒരു മത്സരത്തിൽ 10 മാർക്കുകൾ സ്വന്തമാക്കി. അങ്ങനെ ടീം ഡി തങ്ങളുടെ ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ 10 മാർക്കുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ഈ ക്വിസ് മത്സരത്തിൻ്റെ ഏറ്റവും അവസാന റൗണ്ടിലെ അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. ഈ ക്വിസ് മത്സരം ഇനിയും തുടരുകയാണ്. കാരണം 2ാം സ്ഥാനത്തേക്ക് 2 പേരാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ടീം ബി ആൻഡ് ടീം ഡി. 2 ടീമുകൾക്കുമിടയിൽ വീണ്ടും മത്സരം തുടരുകയാണ്. കടന്നു വരാം ടീം ഡി ആൻഡ് ടീം ബി ടു ദ സ്റ്റേജ്. 2 ടീമുകൾ ഒരുപോലെ ഒരേ മാർക്ക് വന്നതുകൊണ്ട് നമ്മൾ തുടർന്ന് ചോദ്യങ്ങളുമായി ഈ ക്വിസ് മത്സരം തുടരുകയാണ്. 2 ടീമുകൾക്കും ഒരേ പോയിന്റ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരു ചോദ്യം കൂടി നിങ്ങൾ 2 ടീമുകൾക്കുമായി നൽകുകയാണ്. ഉത്തരം അറിയാവുന്നവർ ഉടൻ തന്നെ കൈ ഉയർത്തുക. അവർക്ക് ഉത്തരം പറയാനുള്ള അവസരം നൽകുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്കായുള്ള ചോദ്യം ഇതാ. 100ാമത്തെ ഇടയലേഖന പ്രകാരം സർവ്വ ദീർഘദർശനങ്ങളും സുവിശേഷം മുഴുവനും അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. സർവ്വ ദീർഘദർശനങ്ങളും സുവിശേഷം മുഴുവനും അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? 100ാമത്തെ ഇടയലേഖന പ്രകാരം. നിങ്ങളാണ് കൈ ഉയർത്തിയത്. ടീം ഡി പറഞ്ഞ ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ടീം ഡി അങ്ങനെ തങ്ങളുടെ ഫൈനൽ ലാപ്പിൽ ടീം ബിയേക്കാളും പോയിന്റ് നിലവാരത്തിൽ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്വിസിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ മത്സരാർത്ഥികളെ എല്ലാവരെയും തിരികെ അവരുടെ സീറ്റുകളിലേക്ക് വീണ്ടും ഇൻവൈറ്റ് ചെയ്യുകയാണ്. വരൂ. ഈ ക്വിസ് മത്സരം ഇവിടെ പൂർത്തിയാകുമ്പോൾ മനോഹരമായ ഒരു വിചിന്തനം കൂടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്വിസ് മത്സരത്തിൻ്റെ അവസാനത്തെ റൗണ്ട് തീർച്ചയായും വളരെ കഠിനമായ റൗണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ നോക്കേണ്ട റൗണ്ട്. ഈ കൊടുമുടി കയറ്റത്തിൻ്റെ അവസാന ലാപ്പ് വരെ കാത്തുനിന്നവർ, പിന്മാറാതെ പിന്തുടർന്നവർ, അവരാണ് 2 ടീം അംഗങ്ങൾ, ടീം ബിയും ടീം ഡിയും. അവരുടെ ആ വിടാത്ത പരിശ്രമം, തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ വിടാമുയർച്ചി, മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത പരിശ്രമം. ആ നിതാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് അവർക്ക് 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും എത്തിച്ചേരാൻ സാധിച്ചത്. ഒരിക്കൽ കൂടി ഈ മത്സരത്തിൽ മനോഹരമായി പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഈ ക്വിസ് മത്സരം ഇവിടെ പൂർത്തിയാകുമ്പോൾ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും 2 റൗണ്ടുകൾ കടന്നു വന്ന ഈ മത്സരാർത്ഥികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവരുടെ പരിശ്രമത്തെ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്സരഫലം ഞാനിവിടെ അറിയിക്കുകയാണ്.
ഈ മത്സരത്തിൽ 6ാം സ്ഥാനത്താണെങ്കിലും വളരെ മനോഹരമായ ഒരു മത്സരം കാഴ്ചവെച്ച ടീമാണ് ടീം എഫ്. മനോഹരമായി നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയടി കൊടുക്കാം. 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വിജയവാഡയിൽ നിന്നുള്ള ടീം എ ആണ്. അവരുടെ സാന്നിധ്യം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ പ്ലേ ഇൻ ദിസ് ഗെയിം. കൺഗ്രാറ്റുലേഷൻസ്. ഗിവ് എ തണ്ടർ സ്റ്റാർ. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം ഇ ആണ്. നല്ല ഒരു പോരാട്ടമായിരുന്നു. എങ്കിലും അവസാന ലാപ്പിൽ അവൾ പുറത്തായിരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ സാധിച്ചേനെ. വളരെ മനോഹരമായി നിങ്ങൾ കളിക്കുകയും 34 പോയിന്റുകളോളം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. 3ാം സ്ഥാനത്ത് അവസാന ലാപ്പിലെ ബലാബലത്തിനൊടുവിൽ 3ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ടീം ബി ആണ്. നല്ല ഒരു ഗെയിമായിരുന്നു അവർ കളിച്ചത്. മനോഹരമായ ഉത്തരങ്ങൾ പറഞ്ഞു, കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിരുന്നു. ടീം ബിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. 2ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് അവസാന ലാപ്പിലെ മത്സരത്തിൽ വിജയം പിടിച്ചടക്കിയ ആ ഒരു തീരുമാനത്തോടെ ഉത്തരം പറഞ്ഞുകൊണ്ട് അവസാന ലാപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയ ടീം ഡി ആണ്. നല്ല മനോഹരമായ ഉത്തരങ്ങളായിരുന്നു നിങ്ങൾ നൽകിയിരുന്നത്. കൃത്യമായ വ്യക്തമായ ഉത്തരങ്ങൾ. ടീം ഡിക്ക് അഭിനന്ദനങ്ങൾ. ഈ മത്സരത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 58 പോയിന്റുകളോടെ ടീം സി ആണ്. ഈ മത്സരത്തിലുടനീളം ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ലഭിച്ച പോയിന്റിനെ ഒട്ടും കളയാതിരിക്കാൻ ശ്രമിച്ച നല്ലൊരു ടീം. വളരെ മനോഹരമായി അവർ പോയിന്റുകൾ സ്കോർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ എവറസ്റ്റിൻ്റെ കൊടുമുടിയിൽ ചവിട്ടിയില്ലെങ്കിലും അവർ ഈ മത്സരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു. ടീം സിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് 2025 ഇവിടെ അവസാനിക്കുമ്പോൾ, ഈ ചോദ്യങ്ങളിലൂടെ ഈ കുട്ടികൾ കടന്നുപോയപ്പോൾ, ഈ പുസ്തകങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ മായാത്ത മറയാത്ത ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടാവും എന്നത് തീർച്ചയാണ്. കാരണം മാർ തോമസ് കുര്യാളശ്ശേരി എന്ന പുണ്യവാന്റെ ജീവിതത്തിലൂടെ ഒരിക്കലെങ്കിലും കടന്നുപോയവർ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താതിരിക്കില്ല. കാരണം അദ്ദേഹം ഒരു പുണ്യവാനായിരുന്നു. ഓരോ പുണ്യവാന്മാരും ലോകത്തിന് മാറ്റം വരുത്തുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരിയുടെ ജീവിത വഴിയെ ഈ കുട്ടികളും നമുക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്വിസ് മത്സരം ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി മെഗാ ക്വിസ് 2025 ഇവിടെ പൂർത്തിയാകുമ്പോൾ ഈ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നൽകുന്നതിനായി ഗുഡ്നസ് ടിവിയുടെ മുൻ MD-യും അങ്കമാലി മേരിമാത വിൻസെൻഷൻ സഭയുടെ പ്രൊവിൻഷ്യാളുമായ റവറൻ ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛനെയും SABS കോൺഗ്രിഗേഷന്റെ ജനറൽ റവറൻ സിസ്റ്റർ റോസലിൻ ഒഴുകിയിലമ്മയെയും ജനറൽ ഫിനാൻസ് ഓഫീസർ സിസ്റ്റർ ടെസ്സി ആനിത്തോട്ടം, ചമ്പക്കുളം ഫൊറോന സെക്രട്ടറി സിസ്റ്റർ റോസ് തെരേസ് മേലേട്ട് കൊച്ചിയിൽ, ചെറുപുഷ്പ മിഷൻ ലീഗ് ചമ്പക്കുളം മേഖല എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗ് ചമ്പക്കുളം മേഖലയും പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹവും ഒന്നുചേർന്ന് നടത്തപ്പെട്ട 14ാമത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചരമശതാബ്ദി സ്മാരക മെഗാ ക്വിസ് ഇവിടെ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന വിജയികളായ എല്ലാ മത്സരാർത്ഥികൾക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ. സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ റവറൻ മദർ റോസ്ലി ഒഴുകി അമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മൊമെന്റോയും സർട്ടിഫിക്കറ്റും വാങ്ങുന്നതിനായി ടീം എ, സെന്റ് പോൾസ് കത്തീഡ്രൽ ചർച്ച്, വിജയവാഡ. ആൽഫിൻ ജോസഫ് സാൻഡോ സാബു, ലൂർദ് മാതാ സൺഡേ സ്കൂൾ, പച്ചാൽ. റിജോയ്
ജോസഫ് പി വർഗീസ്, ആൻ മരിയ മോനിഷൻ, ലൂർദ് മാതാ ചർച്ച്, പച്ച. ഏഞ്ചൽ മരിയ, സാറ ഗ്രേസൺ, സെന്റ് ജോസഫ് ഫോറിൻ ചർച്ച്, കാസർഗോഡ്. ഷീബ എൽസ സാബു, എലിസബത്ത് സഞ്ജയ്, സെന്റ് മേരീസ് കത്തീഡ്രൽ സൺഡേ സ്കൂൾ, ചങ്ങനാശ്ശേരി. ആഞ്ചല സോയി, കാതറിൻ ജോസി, സെന്റ് ജോസഫ് ചർച്ച്, കാക്കൂർ. 2 ഓൺലൈൻ റൗണ്ടുകൾക്ക് ശേഷം ഇന്ന് ഇവിടെ ഫൈനൽ റൗണ്ട് വളരെ വിജയകരമായി ഈ ക്വിസ് ഇവിടെ വിജയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ക്വിസ് മാസ്റ്ററാണ്. ക്വിസ് മാസ്റ്ററിന് മൊമെന്റോ നൽകുന്നത് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ റോസ്ലി ഒഴികയിലമ്മയാണ്. ക്വിസ് മാസ്റ്ററിന് സ്നേഹോപഹാരം നൽകുന്നതിനായി അമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. 14ാമത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചരമശതാബ്ദി സ്മാരക മെഗാ ക്വിസ് എവറോളിംഗ് ട്രോഫി സമ്മാനിക്കുന്നത് ഗുഡ്നസ് TV മുൻ MDയും അങ്കമാലി മേരിമാതാ വിൻസേഷൻ സഭയുടെ പ്രൊവിൻഷ്യാലുമായ റെവറൻ ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛനാണ്. അച്ഛനെ ആശംസാ പ്രസംഗത്തിനായും സമ്മാനദാനത്തിനായും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് അറിവിൻ്റെ ലോകത്തിൽ വായനയും പഠനവുമെല്ലാം ഏതാനും ചില വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ആത്മീയ ജീവിതത്തിലേക്ക് കൂടി ഒരു എത്തിനോട്ടം ആവശ്യമാണ് എന്ന് ഈ ക്വിസ് കോമ്പറ്റീഷൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും തുടർന്ന് പുതിയ പുതിയ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അറിവിൻ്റെ മേഖല, അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കുകയും അങ്ങനെ ലോകത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന് നന്മ പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി ഇവർ വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. 14ാമത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ചരമശതാബ്ദി മെഗാ ക്വിസ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഏഞ്ചല സോയി, കാതറിൻ ജോസി, സെന്റ് ജോസഫ് ചർച്ച്, കാക്കൂർ. രണ്ടാം സ്ഥാനം ഷീബ എൽസ സാബു, എലിസബത്ത് സഞ്ജയ്, സെന്റ് മേരീസ് കത്തീഡ്രൽ സൺഡേ സ്കൂൾ, ചങ്ങനാശ്ശേരി. 3ാം സ്ഥാനം ഏഞ്ചൽ മരിയ, സാറ ഗ്രേസൺ, സെന്റ് ജോസഫ് ഫോറിൻ ചർച്ച്, കാസർഗോഡ്. 4ാം സ്ഥാനം റിജോയ്സ് പി വർഗീസ്, ആൻ മരിയ മോനിഷൻ, ലൂർദ് മാതാ സൺഡേ സ്കൂൾ, പച്ച. 5ാം സ്ഥാനം വിദ്യാഭാരതി, നിഹിത, സെന്റ് പോൾസ് കത്തീഡ്രൽ ചർച്ച്, വിജയവാഡ. 6ാം സ്ഥാനം ആൽഫിൻ ജോസഫ്, സാൻഡോ സാബു, ലൂർദ് മാതാ സൺഡേ സ്കൂൾ, പച്ച. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ഈ മെഗാ ക്വിസിന് നന്ദി നേർന്ന് സംസാരിക്കുന്നത് ആരാധനാ സന്യാസിനി സമൂഹം മദർ സുപ്പീരിയർ ബഹുമാനപ്പെട്ട റോസ്ലിൻ ഒഴികയിലമ്മയാണ്. അമ്മയെ ഏറെ സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. 14ാമത് ഈ മെഗാ ക്വിസിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന, വേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നാം കേട്ടതും അറിഞ്ഞതും പഠിച്ചതും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനുള്ള പുണ്യങ്ങളാണ്. നാം അറിഞ്ഞതെന്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാവട്ടെ. എത്തിയ ഓരോരുത്തർക്കും, വിജയികളായവർക്കും, ഇവിടെ നിൽക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.